തിരിച്ചടിയുണ്ട് എന്ന് പറഞ്ഞാൽ ആരെക്കുറിച്ച് ഈ പറയുന്നത്? ഹൈക്കോടതി ഒക്ടോബറിൽ ഹൈക്കോടതി സ്യുമോട്ടോ എടുത്ത കേസിൽ ഹൈക്കോടതി തന്നെ നിയമിച്ച SIT കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾക്കതിൽ അലംഭാവം ഉണ്ടാവാൻ പാടില്ല. അതിലെവിടെയാ സർക്കാരിന്റെ പങ്ക്? SIT എന്ന് പറയുന്ന ഈ ഉദ്യോഗസ്ഥരെ ഹൈക്കോടതിയുടെ വളപ്പിലിരിക്കുന്നവരല്ല. അവര് ഏതൊക്കെ കേസുകളിൽ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിൽ ധാരണയില്ല എന്ന് പറയുന്നത്. മേൽനോട്ടത്തിലായതുകൊണ്ട് സഹകരിക്കുന്നു എന്ന് പറയുകയും ഹൈക്കോടതി കുറച്ചുകൂടി സീരിയസ് ആയിട്ട് ഈ ലാപ്സസ് ഇല്ലാതെ ഈ അന്വേഷണം കൊണ്ടുപോകണമെന്ന് പറയുമ്പോൾ മാത്രമാണ് അറസ്റ്റിന്റെ കാര്യത്തിൽ മാത്രമാണ്. അറസ്റ്റിന്റെ കാര്യം എന്താണ്? ദേവസ്വം ബോർഡ് പത്മകുമാർ അതേ റോളാണോ ഹരിശങ്കരൻ എന്ന് നമുക്കറിയില്ല, വിജയകുമാരൻ നമുക്കറിയില്ല. ഹരിശങ്കർ അല്ല, ഈ വിജയകുമാറും ഈ ശങ്കർദാസും ചെയ്തിരിക്കുന്നത് ഒരേ കുറ്റമാണെങ്കിൽ, അതായത് പത്മകുമാർ ചെയ്ത കുറ്റമാണെങ്കിൽ അത് ദേവസ്വം ബോർഡ് എന്ന രീതിയിൽ കളക്റ്റീവായിട്ട് തിരിക്കുന്ന ഡിസിഷനാണ്. എന്തുകൊണ്ടാണ് അത് അന്വേഷണ ഏജൻസിയാണ് തീരുമാനിക്കുന്നത്? അതെ, അതാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഉത്തരവിൽ വളരെ കൃത്യമായി പറയുന്നത് ഗുരുതരമായ ആലസ്യം ഉണ്ടെന്ന് അതല്ലേ പറഞ്ഞേ. അത് വരിക എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിന്റെ അതല്ലേ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ എന്തുകൊണ്ട് ഇവരെ അറസ്റ്റ് ചെയ്യുന്നില്ല? 8ാമത്തെ പ്രതിയാണ്, ഇതുവരെയും അറസ്റ്റ് ചെയ്തില്ല. തിരിച്ചടിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഗൻസിന്റെ കാര്യത്തിലാണ്. ബിഗൻസിനെ കുറിച്ച് പറയാൻ നമുക്ക് അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതുവരെ നാം കണ്ടത് ഈ സ്വർണ്ണക്കൊള്ളയുടെ പാതിയാണ്. ഇനി വരാൻ പോകുന്നത് അതിന്റെ 2ാം ഘട്ടമാണ്. ആ 2ാം ഘട്ടത്തിൽ ഈ പങ്കജ് ഭണ്ഡാരി നമ്മൾ വിചാരിക്കുന്ന കക്ഷിയല്ല എന്ന് നമ്മൾ തന്നെയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പങ്കജ് ഭണ്ഡാരിയുടെ ഇതിലെ ഇടപെടലുകൾ തുടക്കം മുതൽ സംശയകരമായിരുന്നു. പങ്കജ് ഭണ്ഡാരി വളരെ പ്രസിദ്ധമായിട്ട് അദ്ദേഹത്തിന്റെ നേട്ടങ്ങളിൽ പറയുന്ന ഒന്ന്, അയോധ്യയിലെ രാമക്ഷേത്രത്തിനടുത്ത് നിർമ്മിച്ചിരിക്കുന്ന രാമമന്ദിറിന്റെ മുകളിൽ 13.5 അടി ഉയരമുള്ള ഒരു കലശം നിർമ്മിച്ചിരിക്കുന്നയാളാണ്. ഇന്ത്യയിലുടനീളം 5500ഓളം ക്ഷേത്രങ്ങളിൽ വിവിധ കലശങ്ങളായിട്ടും അതേപോലെ തന്നെ ദ്വാരപാലക പാളികളായിട്ടും മേൽക്കൂരകളായിട്ടും ഒക്കെ സ്വർണ്ണം പൊതി വിഗ്രഹങ്ങളെ സ്വർണ്ണം പൊതിഞ്ഞ ഒരു ഏജൻസിയാണ് ഈ സ്മാർട്ട് ക്രിയേഷൻ CEO. ഇയാളുടെ ബന്ധം എവിടേക്കൊക്കെയാ പോയി നിൽക്കുന്നതെന്ന് വരട്ടെ. കേരളത്തിൽ അദ്ദേഹത്തിന് എവിടെയാണ് റോളുകളുള്ളത്? കേരളത്തിന് പുറത്ത് അയോധ്യയിലടക്കം ഇയാൾക്ക് എവിടെയാണ് റോളുകളുള്ളത് എന്നത് പുറത്തേക്ക് വരണമല്ലോ. ഇയാളെയാണ് ചെറിയ കണക്കല്ല. അവിടെ ഭയങ്കരം തന്നെ ആണല്ലോ ഈ സ്മാർട്ട് ക്രിയേഷൻസിലെ പങ്കജ് ഭണ്ഡാരി. ശബരിമലയിൽ മാത്രം മോഷണം നടത്തുന്ന ആളായിരിക്കില്ലല്ലോ. അങ്ങനെ വന്നാൽ ഇയാൾ ചെയ്തിരിക്കുന്ന എല്ലാ ബിസിനസ്സുകളും പരിശോധിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും. അവിടെയാണ് എനിക്ക് സംശയമുള്ളത്. അയ്യപ്പന്റെ ഇതുപോലെ രാമക്ഷേത്രത്തിനും എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? അതുമായി ബന്ധപ്പെട്ട ഈ കലശത്തിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? അവിടെ 400 ഗ്രാം സ്വർണം അവിടെ പൂശി എന്നാണ് പറയുന്നത്. 13.5 അടി ഉയരമുള്ള കലശമാണ് ഇയാൾ നിർമ്മിച്ചിരിക്കുന്നത്. ഈ നിമിഷം വരെ കടകംപള്ളി സുരേന്ദ്രനോ ഈ സർക്കാരിനോ ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ പങ്കുണ്ട് എന്ന മട്ടിൽ നേരിട്ടുള്ളൊരു റെഫറൻസ് ഇത്രയും നാളായല്ലോ ഈ കേസ് എത്ര റിപ്പോർട്ടുകൾ കൊടുത്തു, എത്ര ഇടക്കാല റിപ്പോർട്ടുകൾ കൊടുത്തു? ബിഗ് ഗൺസിനെ കുറിച്ച് പറയുന്നത് ആരാ? ബിഗ് ഗൺസ് നമ്മുടെ മുന്നിലുള്ളത് കുറച്ച് ചിത്രങ്ങളല്ലേ? കടകംപള്ളി സുരേന്ദ്രനും പോറ്റിയും തമ്മിലിരിക്കുന്ന ചിത്രം. ആ 2 ചിത്രം ഉണ്ടെങ്കിൽ 2 ചിത്രം മറുഭാഗത്തും ഉണ്ട്. സോണിയാഗാന്ധിയുടെ വീട്ടിൽ 2 തവണ പോയിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി. സോണിയാഗാന്ധിയുമായി 2 തവണ കൂടിക്കാഴ്ച നടത്തി ഉണ്ണികൃഷ്ണൻ പോറ്റി. അതുകൊണ്ട് സോണിയാഗാന്ധി ഈ കേസിൽ നമുക്ക് ആരോപിക്കാൻ പറ്റുമോ? ഞാൻ വിശ്വസിക്കുന്നില്ല, ഞാൻ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നതുമില്ല. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഒരു പക്ഷേ ഈ സോണിയാഗാന്ധിയുടെ വസതിയിലേക്ക് എത്തിക്കണമെങ്കിൽ ചെറിയ കാര്യമാണോ? എങ്ങനെ BJP MLA സതീഷ് കുമാറിന്റെ അടുത്തേക്ക് പോകാൻ പറ്റുക? BJP MLA സതീഷ് കുമാർ, കർണാടകയിലെ BJP MLA സതീഷ് കുമാറിനോടൊപ്പം നിൽക്കുന്ന ഫോട്ടോ ഇന്ത്യയിലുണ്ട്. ഇതാണോ ബിഗ് ഗൺ? ഇതാണോ ബിഗ് ഷോട്ട്? അപ്പൊ ഫോട്ടോ വെച്ചുകൊണ്ട് നമുക്ക് പറയാൻ കഴിയില്ല. എന്ന് ചോദിച്ചതാണ് ഹൈക്കോടതിയുടെ. അതാ പറയാ ദേവസ്വം മന്ത്രിയുടെ ഒരു റെഫറൻസ് പറ. ഹൈക്കോടതിയുടെ കേസിൽ അതാ എന്റെ ചോദ്യം. ഹൈക്കോടതിയുടെ കേസിൽ ഇതുവരെ SITയുടെ ഏതെങ്കിലും ഒരു ഇടക്കാല റിപ്പോർട്ടിൽ, ഇനി അത് വേണ്ട, ഏതെങ്കിലും ഒരു പ്രതിയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ഈ കടകംപള്ളി സുരേന്ദ്രന്റെ പേരോ ദേവസ്വം മിനിസ്റ്റർ എന്ന വാക്കോ ഗവൺമെന്റ് എന്ന വാക്കോ ഈ ഹൈക്കോടതിയുടെ റെഫറൻസിൽ എവിടെയെങ്കിലും ഉണ്ടോ? എവിടെയെങ്കിലും ഉണ്ടോ? ഈ ബിഗ് ഗൺസ് ഈ പ്രയർ ഗോപാലകൃഷ്ണൻ ആണോ? ഞാൻ ആരോപിക്കുന്നില്ല. പ്രയർ ഗോപാലകൃഷ്ണൻ പോലെ ഒരു ഭക്തൻ അത് ചെയ്യാൻ കഴിയില്ല. ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. ഈ ചിത്രങ്ങളല്ലാതെ ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളല്ലാതെ ജയറാം ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പം നിൽക്കുന്നില്ലേ? ജയറാം ഇതിനകത്ത് എന്തെങ്കിലും റോളുണ്ടോ?
അതാണ് ഇനി ഡിക്ലറേഷൻ കേൾക്കൂ. അല്ലല്ല, ഇത് ചോദ്യം ഇതാ. ബിഗ് ഷോട്ട്സിൽ എന്താ ഇല്ല, അതാണ് എന്റെ ചോദ്യം. അപ്പോ അല്ല, തെളിവുകൾ എന്താ നമ്മുടെ മുന്നിലുള്ള വെല്ലുവിളി ദേവസ്വം ബോർഡും ദേവസ്വം മന്ത്രിയും ഒക്കെ ബന്ധമുണ്ടല്ലോ. അപ്പൊ ദേവസ്വം അതത് കാലത്ത് സർക്കാരുകളെ വിമർശിക്കുമ്പോൾ മന്ത്രിക്ക് അറിയാമെന്ന് പറഞ്ഞ രാഷ്ട്രീയ വിമർശനമാണ്. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ട. അങ്ങിപ്പോൾ ഇപ്പോ വന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. നമ്മുടെ നാളെ വന്നുകൂടായില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ എനിക്ക് പറയാൻ പറ്റില്ല. അങ്ങ് എന്താണ് ഇങ്ങനെ അല്ല കഴിഞ്ഞു പറയുന്നത്? പിന്നെ ഇങ്ങനെ ഇത്ര മനുഷ്യരെ കുറച്ചൊക്കെ ഇതൊക്കെ വേണം. ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങളിലും തിരുവാഭരണങ്ങളിലും പതിപ്പിച്ചിരുന്ന സ്വർണം അധികാരികൾ തന്നെ ചേർന്ന് ദുരുപയോഗം ചെയ്തു. അതാണ് ആരോപണം. അല്ലാതെ ഏതെങ്കിലും സ്വർണ്ണമല്ല, ജ്വല്ലറിയിൽ ഇരുന്ന് അവിടെ കൊണ്ട് സൂക്ഷിക്കാൻ വെച്ച സ്വർണ്ണമല്ല. അയ്യപ്പന്റെ അതിന്റെ പാവനത തന്നെയാണ് അതിന്റെ മൂല്യം എന്ന് പറയുന്നത്. അതിനെ നമുക്ക് പാത്രത്തിന്റെ 1.5 കോടിയോ 5 കോടിയുടെ പാത്രം ആയിക്കോട്ടെ, പാത്രം വേറെ, അയ്യപ്പന്റെ സ്വർണം വേറെ. അത് തിരുവാഭരണത്തിന്റെ മഹത്വമോ അല്ലെങ്കിൽ ആ ശ്രീകോവിലിൽ ഉപയോഗിച്ചിരിക്കുന്ന സാധന സാമഗ്രികൾ അത് എത്രത്തോളം പവിത്രമായിട്ടാണ്, അതിലൊന്ന് തൊട്ട് തൊഴാൻ വേണ്ടി അവിടെ നിൽക്കുന്ന ആളുകളൊക്കെ എത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു വിശ്വാസത്തെ വ്രണപ്പെടുത്തിയിട്ട് ഇപ്പുറത്ത് 5 കോടിയുടെ പാത്രം കെട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേട്ടിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെയും എന്റെ വിയോജിപ്പതിൽ അറിയിച്ചത്. അതിൽ പാത്രം കട്ടിട്ടുണ്ടെങ്കിൽ കട്ടവൻ ശിക്ഷിക്കപ്പെടണം. അത് ആരാണെന്നുള്ളത് എക്സ്പോസ് ചെയ്യണം. അത് കോൺഗ്രസ് ആണോ, BJP ആണോ, CPIM ആണോ എന്നുള്ളതല്ല. കട്ടവൻ ആരായാലും പിടിക്കപ്പെടണം. ഇവിടുത്തെ വിഷയം എന്താണ്? ഇവിടെ കോടതി തന്നെ പറയുന്നുണ്ട്, വിശ്വാസികളെ ബാധിക്കുന്ന വിഷയമാണ് എന്ന് ഈ ഉത്തരവിൽ തന്നെ കോടതി പറയുന്നുണ്ട്. ഇത് വിശ്വാസത്തിന്റെ വിഷയമാണ്, അല്ലാതെ ഏതെങ്കിലും ഒരു മോഷണത്തിന്റെ വിഷയമല്ല. അതാണ് ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട കാര്യം. ഇത് ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തരുടെ മതപരമായ വികാരങ്ങളെ ആഴത്തിൽ മുറിവേൽപ്പിക്കുന്നതാണ്. അത് പാർട്ടിക്ക് മനസ്സിലായിട്ടും നിങ്ങൾ മനസ്സിലാക്കാത്ത പോലെ പറയുന്നത് എന്തുകൊണ്ടാണ് ആൻഡ്രോ സാർ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് പാർട്ടിക്ക് മനസ്സിലായി, സർക്കാരിന് മനസ്സിലായി. പാരടിപ്പാട്ടിൽ കേസെടുക്കാൻ പോയി, മൈക്കിനെതിരെ കേസെടുക്കാൻ പോയതുപോലെ പാട്ടിനെതിരെ കേസെടുക്കാൻ പോയി അവസാനം ആ കേസും പിൻവലിച്ച് തിരിച്ചു പോകുന്നതാണ് നമ്മൾ കാണുന്നത്. പരാതിക്കാരന്റെ ഒരു മൊഴി ടെക്നിക്കലി എടുത്തിട്ടുണ്ട്, അതല്ലാതെ ഇനി മുന്നോട്ടൊന്നും പോകുന്നില്ല. അപ്പോൾ മൈക്ക്, പാട്ട്, ഇനി എന്തിനെതിരെയൊക്കെയാണോ എന്തോ കേസെടുക്കാൻ പോകുന്നത്. നിയമോപദേശം കൊടുക്കുന്നവരെ എന്തായാലും നമിച്ചുകൊണ്ട് ഞാൻ ഈ വിഷയത്തിലേക്ക് തന്നെ വരാം. മാനസികാവസ്ഥയ്ക്ക് എന്തോ പ്രശ്നമുണ്ടോ? അത് തന്നെയാ വേറൊരു ഭാഷയിൽ ഞാൻ പറഞ്ഞത്, ഭ്രാന്താണെന്ന്. ചില പ്രധാന പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിൽ, കൂട്ടുപ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിൽ അന്വേഷണ സംഘത്തിന് വീഴ്ചയുണ്ടായിട്ടുണ്ട്. അത് ആർക്കു വേണ്ടിയാണ്, ആരായതുകൊണ്ടാണ് അന്വേഷിക്കാത്തത്? ആ ചോദ്യം പൊതുസമൂഹത്തോട് പറയാൻ ബാധ്യതപ്പെട്ട ആളുകൾ തന്നെയാണ് ഇരിക്കുന്നത്. എല്ലാ കാര്യത്തിലും പ്രതികരിക്കുന്ന സർക്കാർ, മുഖ്യമന്ത്രിയൊന്നും ഇപ്പോൾ IFFK വരെ വന്ന് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രി എന്താണ് ഈ വിഷയത്തിലൊന്നും പറയാതെ പോകുന്നത്? അന്വേഷണം നടക്കുന്ന വിഷയത്തിലൊന്നും പ്രതികരിക്കില്ല എന്നാണോ? അങ്ങനെയാണെങ്കിൽ മറ്റു വിഷയങ്ങളിലൊന്നും പ്രതികരിക്കരായിരുന്നു. ാണ് ഇതിന്റെ മെല്ലപ്പോക്ക് കണ്ടു നിൽക്കുക. SIT ഇങ്ങനെ മരവിച്ച് നിൽക്കുകയാണ്. പത്മകുമാറിന്റെ അറസ്റ്റിന് ശേഷം പിന്നീട് എങ്ങനെയാണ് നീങ്ങിയത്? വളരെ പതുക്കെയുള്ള അന്വേഷണമാണ് നീങ്ങിയത്. ഇന്നിപ്പോൾ ഉണ്ടായിരിക്കുന്ന അറസ്റ്റുകൾ 2 എണ്ണം. അതിലേക്ക് എത്താൻ ഈ തെളിവുകളൊക്കെ നേരത്തെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് പങ്കജ് ചൗധരിയിലേക്കും അതുപോലെ തന്നെ ഈ പറയുന്ന ഗോവർദ്ധനിലേക്ക് അവിടെ നിന്നൊക്കെ സീസ് ചെയ്തതിനു ശേഷവും അവരെ കസ്റ്റഡിയിലെടുത്ത് കൃത്യമായ തെളിവുകൾ കയ്യിലുണ്ടായിട്ടും നീട്ടി കൊണ്ടുപോയത് ആർക്കു വേണ്ടിയാണെന്നുള്ളൊരു ചോദ്യം ഇവിടെ നിൽക്കുകയാണ്. 5-ാം തീയതി, ജനുവരി 5-ാം തീയതി ഇടക്കാല റിപ്പോർട്ട് കൊടുക്കേണ്ട തീയതിയാണ്. ഇന്നിപ്പോൾ 19-ാം തീയതി ആയിരിക്കുകയാണ്. ഇപ്പോഴും ഇങ്ങനെ പതുക്കെ നീങ്ങുന്നത് ആർക്കു വേണ്ടിയാണ്, ആരെ ഉൾപ്പെടുത്താതിരിക്കാൻ വേണ്ടിയാണ് എന്നുള്ള ഒരു ചോദ്യം ഇവിടെ നിൽക്കുന്നുണ്ട്. രാത്രി വെളുക്കെ പണക്കാരനായി, അപ്പോൾ പോറ്റിക്ക് മാത്രമായിരിക്കില്ലല്ലോ ഷെയർ കിട്ടിയിട്ടുണ്ടാവുക. ഈ പറയുന്ന ആളുകളുടെയൊക്കെ സമ്പത്തിലുണ്ടായിരിക്കുന്ന വർധന, അവർ വാങ്ങിക്കൂട്ടിയിട്ടുള്ള സ്വത്തുക്കൾ തുടങ്ങി സകല കാര്യങ്ങളും അന്വേഷിക്കണം. അങ്ങനെ അയ്യപ്പനെ കട്ടുമുടിച്ച് സമ്പന്നരായി എല്ലാ കാലവും വാഴാം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാം, തങ്ങൾക്ക് വിശ്വാസികളെ എല്ലാവരെയും വഞ്ചിക്കാം, അങ്ങനെയൊക്കെയുള്ള തോന്നലൊക്കെ ഉണ്ടെങ്കിൽ ആ തോന്നലങ്ങ് മാറ്റിവെക്കുന്നതാണ് നല്ലത്. നിങ്ങൾ ചെയ്യുന്ന ചെറ്റത്തരത്തിന് ഞാനൊന്ന് സ്വയംവിമർശനം നടത്താനാണെന്ന്. നീ ഒന്ന് പോടാ, നീ പണ്ടേ ഉടായി. അല്ല, താറവാടിത്തുള്ള കള്ളന്മാരാ. തൽക്കാലം ഇത്രയും മതി.